പണം നിങ്ങളിലേക്ക് ഒഴുകിയെത്തുന്നുണ്ടോ? നിങ്ങൾ അർഹിക്കുന്ന പൈസ നിങ്ങളിലേക്ക് എത്തുന്നുണ്ടോ? എന്തെങ്കിലും പൈസ ബ്ലോക്കുണ്ടോ? ചെറിയൊരു റെമഡി ടിപ്പ് തരാം. വാസ്തു റെമഡി ടിപ്പാണ്. ഹായ്, നമസ്കാരം. വാസ്തുവിദ്യത്തിൻ്റെ മറ്റൊരു അധ്യായത്തിലേക്ക് വീണ്ടും സ്വാഗതം. പണം എന്ന് പറയുന്നത് എന്താണ്? അല്ലെങ്കിൽ പൈസ എന്ന് പറയുന്നത് എനർജിയാണ്. കറൻസി എന്ന് പറയുന്നത് എനർജിയാണ്. അപ്പം എനർജി അട്രാക്റ്റ് ചെയ്യാനായിട്ട് ചില ടിപ്സ് ഉണ്ട്. അപ്പം നമ്മളെപ്പോഴും പറയും, വാസ്തുവിൽ ധനത്തിനെക്കുറിച്ച് നമ്മൾ സംസാരിക്കുമ്പോൾ എപ്പോഴും നമ്മൾ പറയുന്ന ഡയറക്ഷൻ എന്ന് പറയുന്നത് നോർത്ത്, കുബേരൻ്റെ ഡയറക്ഷനാണ്. അപ്പോൾ അത് നോർത്ത് വശം, അത് നമ്മുടെ നോർത്ത് ഭാഗത്തായിട്ട് ഒരു കറൻസി നോട്ട് അല്ലെങ്കിൽ അതിൻ്റെ ഒരു പടം അല്ലെങ്കിൽ ഇമേജ്, അതായത് കറൻസി നോട്ടെന്ന് പറയുന്നത് നമ്മൾ ഏറ്റവും ഹയർ കറൻസി ആയിരിക്കണം. ഇപ്പം 500 രൂപയാണ് ഏറ്റവും ഹയർ കറൻസി എങ്കിൽ നമ്മൾ ഏറ്റവും ഹയർ കറൻസിയുടെ ഒരു ഇമേജ് മതി. നമുക്ക് ഒറിജിനൽ നോട്ടൊന്നും വയ്ക്കണമെന്നില്ല. അതിൻ്റെ ഒരു ഇമേജ് നമ്മൾ ഒരു ബ്ലാക്ക് ബാക്ക്ഗ്രൗണ്ടിലായിട്ട് നമ്മൾ സ്റ്റിക്ക് ചെയ്തിട്ട് സിൽവർ ഫ്രെയിം കൊണ്ട് ഫ്രെയിം ചെയ്ത് നമ്മൾ ഹാങ് ചെയ്യുക. അതായത് ഇപ്പോൾ 500 രൂപ ഒറിജിനൽ നോട്ട് വയ്ക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല. ആ ഒരു ഏറ്റവും ഹയർ കറൻസി, നമ്മളിലേക്ക് ഒഴുകിയെത്താൻ നമ്മൾ ആഗ്രഹിക്കുന്ന ഏറ്റവും ഹയർ കറൻസിയുടെ ഇമേജ് നമ്മൾ ഈ ഭാഗത്ത് കൃത്യമായിട്ട് നോർത്ത് ഭാഗത്ത് തന്നെ ബ്ലാക്ക് ബാക്ക്ഗ്രൗണ്ടിൽ സിൽവർ ഫ്രെയിം ചെയ്ത് ചെറിയൊരു ഇതായിട്ട് നമ്മൾ ഹാങ് ചെയ്യുക. അപ്പം ചെയ്ത് നോക്കൂ, നിങ്ങളിലേക്ക് പൈസ ഒഴുകി എത്തുന്നത് കാണാം. നിങ്ങൾ അർഹിക്കുന്ന പൈസയെ നിങ്ങളിലേക്ക് എത്തുള്ളൂ. അത് വേറൊരു കാര്യം. നമ്മൾ ചുമ്മാ പൈസ വരണം എന്ന് ആഗ്രഹിക്കുക. നമ്മൾ അതിന് വേണ്ടിയിട്ടുള്ള മറ്റ് നമ്മുടേതായിട്ടുള്ള പരിശ്രമങ്ങളും ഒക്കെ നടത്തണം. പക്ഷെ നിങ്ങളിലേക്ക് വരേണ്ട പൈസ ബ്ലോക്ക് ആവില്ല ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ. അപ്പോൾ നമ്മളിപ്പോൾ ഞാൻ സംസാരിക്കുമ്പോൾ എൻ്റെ ബാക്കിലൊരു മ്യൂറൽ പെയിൻറ്റിങ് നിങ്ങൾക്ക് കാണാം, മഹാലക്ഷ്മിയുടെ മ്യൂറൽ പെയിൻറ്റിങ്. ഇത്തരം ലൈവ് പെയിൻറ്റിങ്സ് നോർത്ത് വശത്ത് നമുക്ക് കൊടുക്കാൻ പറ്റുമെങ്കിൽ വളരെയേറെ ഈ പറഞ്ഞ ധനം എന്ന് പറയുന്നത്, നമുക്ക് കിട്ടാനുള്ള ധനം നമ്മളിലേക്ക് വന്നു ചേരും. നമ്മൾ ആഗ്രഹിക്കുന്ന സമ്പത്ത് നമ്മളിലേക്ക് നേടിയെത്താൻ വാസ്തു ഇത്തരം രഹസ്യങ്ങൾ പോലെ കരുതി വെച്ചിട്ടുണ്ട്. ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ അവസാനിപ്പിക്കുകയാണ്. മറ്റൊരു നല്ല വീഡിയോയുമായി നിങ്ങളുടെ മുന്നിൽ എത്തുന്നവരെ നന്ദി, നമസ്കാരം.